ഹലോ, ഇറ്റ്സ് മീ സുസ്മിത. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ്ങിൽ നിങ്ങൾക്കറിയാം ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണ് അല്ലേ? ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസൻറ്റേഷൻ ഓഫ് ദ കമ്പനീസ് ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ, കമ്പനീസ് ഫൈനാൻഷ്യൽ പെർഫോമൻസ്, കമ്പനീസ് ഫൈനാൻഷ്യൽ പൊസിഷൻ ടു ഇറ്റ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇതിൻ്റെ യൂസേഴ്സാണ്. ഓഫ് കോഴ്സ് ആരൊക്കെ വരുമ്പോൾ ഇപ്പോൾ യൂസേഴ്സായിട്ട് ഇൻവെസ്റ്റേഴ്സ്, അതുപോലെ ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയീസ്, അതുപോലെ ടാക്സ് അതോറിറ്റീസ്, ഗവൺമെൻറ്, സെക്യൂരിറ്റി ആൻഡ് പോർട്ട്ഫോളിയോ മാനേജേഴ്സ്, ഇവർക്കെല്ലാതെ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് ദേ വിൽ ടേക്ക് അപ്രോപ്രിയേറ്റ് ഡിസിഷൻ ഓർ ടൈംലി ഡിസിഷൻ ഓർ റെലവൻറ്റ് ഡിസിഷൻ. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എത്ര ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് SOFP ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ നമ്മൾ ബാലൻസ് ഷീറ്റ് എന്നും പറയും. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അങ്ങനെയാണ് പറയുക. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ആദ്യം P&L അക്കൗണ്ട് എന്ന് പറയാറുള്ള അതേ സംഭവം.